ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നൊരു സൂപ്പർ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഞാനിന്ന് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. വഴുതനങ്ങ ഇത് കൂടുതലും എടുക്കാം കേട്ടോ. നമുക്ക് ഇത്ര മതിയായ കൊണ്ടാണ് ഞാനിത് ഇത്ര എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി ഈ വഴുതനങ്ങ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ഈ മുളകുണ്ടല്ലോ അത് നമുക്കിതുപോലെ തേച്ച് കൊടുക്കാം. ഇത് ഞെട്ടൊന്നും കളയണമെന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഇതിട്ട് കൊടുക്കാം. ഇനിയൊന്ന് പൊള്ളിച്ചെടുക്കണം നമുക്ക്. ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേകട്ടെ. ഇതിൻ്റെ ഒരു വശം നന്നായിട്ടായിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിട്ടും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതാകുമ്പോഴേക്കും ഒരു സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട്. രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിടാം. ഇത് നമുക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വഴുതനങ്ങ വറുത്ത ഈ പാത്രത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിയും മുളകും പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു
ഒരു മീഡിയം ടൈപ്പ് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ പാത്രത്തിലാക്കി വെച്ചിരുന്നതിൽ ബാക്കി ഉണ്ടായിരുന്ന ഈ മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിത് ആ ബൗൾ കഴുകിയ വെള്ളമാണ്, അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയുടെ പുളി അല്ലാതെ കുറച്ചും കൂടി പുളി വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാളൻപുളി കുറച്ച് പിഴിഞ്ഞെടുത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വാട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഈ അരപ്പല്ല നമ്മുടെ വഴുതനങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. ഇത്തിരി ഉപ്പ് പോരായിരുന്നു കേട്ടോ, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കണുണ്ട്. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഈ മുളക് അരപ്പൊക്കെ നന്നായിട്ട് ഇതിനോടുകൂടി ചേർത്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരെണ്ണം മതി നമുക്ക് നമ്മുടെ ചോറ് മുഴുവൻ ഉണ്ണാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു റോസ്റ്റാണ് കേട്ടോ ഇത്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.